പ്രൈസ് ദ ലോർഡ്. ഗോഡ് ഈസ് ലവ് ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ 98ാമത്തെ ഓൺലൈൻ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ദൈവദാസിദാസന്മാർ ദൈവമക്കൾ ഓൺലൈനിലൂടെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മൾ ക്ഷണം ചെയ്യുന്ന നമ്മുടെ ദൈവ സൃഷ്ടിക്കായി കടന്നു വന്നിട്ടുള്ളത് ബ്രദർ സ്റ്റാൻലി ചെറിയാനാണ്. പ്രിയ ദേവദാസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദേവദാസൻ കടന്നു വന്നിട്ടുള്ളത് അമേരിക്കയിലുള്ള ഫിലഡൽഫിയ എന്ന സ്ഥലത്തു നിന്നുമാണ്. ഫിലഡൽഫിയയിലുള്ള പെന്തക്കോസ്ത് ചർച്ച് ഫിലഡൽഫിയ ദൈവസഭയിൽ അംഗമായിരിക്കുന്നു. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡ് ഈസ് ലവ് ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ദൈവവചന സന്ദേശം ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ദേവദാസിനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിന് അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്ന ഈ സമയം നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധാനത്തിൽ ആയിരിക്കാൻ ദൈവം നൽകി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കാം. ഈ മീറ്റിംഗ് കോർഡിനേറ്റ് ചെയ്യുന്ന ബ്രദർ ഡെന്നിസ്, സിസ്റ്റർ സിജി ഡെന്നിസ്, പ്രിയപ്പെട്ടവരെയും കുടുംബത്തെയും മിനിസ്ട്രിയെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ടവരോട് സംസാരിക്കുവാനും പരിചയപ്പെടുവാനും ഇടയായി എന്നെ മീറ്റിങ്ങിലേക്ക് കണക്ട് ചെയ്ത സണ്ണി പാസ്റ്റർ, ഫിലദൽഫിയയിലുള്ള സണ്ണി പാസ്റ്ററിനോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവദാസനെ കുടുംബത്തെയും മിനിസ്ട്രിയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇതിനകത്ത് എല്ലാ ബന്ധപ്പാടുകളും എല്ലാം മാറ്റിവെച്ചിട്ട് ഈ മീറ്റിങ്ങിനകത്ത് ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരുള്ള നന്ദി അറിയിക്കുന്നു. മീറ്റിങ്ങിന് കഴിഞ്ഞതിന് ശേഷവും ഇത് വാച്ച് ചെയ്യുന്ന പ്രിയപ്പെട്ടവരുള്ള അവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥയോടെ പ്രാർത്ഥിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ഭയഭക്തിയോടെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. നമ്മൾ കേൾക്കുന്ന ചിലപ്പോൾ ഒരു പദമായിരിക്കാം, ചിലപ്പം ഒരു വാക്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരു സെന്റൻസ് ആയിരിക്കാം. ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുവാൻ കഴിയും. ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ സാന്നിധ്യം ചില വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും. ഹല്ലേലൂയ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിനകത്ത് പല രൂപാന്തരത്തിനും കാരണമായി തീർന്നത് ദൈവ സാന്നിധ്യമോ അല്ലെങ്കിൽ ദൈവവചനമോ അല്ലെങ്കിൽ നമ്മൾ കണ്ട ഏതെങ്കിലും ഒരു ദൈവവചനത്തിന് ഏതെങ്കിലും പദങ്ങളുമായിരിക്കാം. ഇന്ന് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമെങ്കിൽ ഞാൻ ഒരു ഉറപ്പ് തരട്ടെ, ഈ വചനം നമ്മളെ സ്വാധീനിക്കുവാൻ കഴിയും. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരത്തിന് കാരണമായി തീരും എന്ന് ആത്മാർത്ഥയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ചു തുടങ്ങിയ നിമിഷം മുതൽ തന്നെ ദൈവ സാന്നിധ്യം ഇറങ്ങിയിട്ടുണ്ട്. ഞാനത് അനുഭവിച്ചറിയുന്നു, ഞാൻ വിശ്വസിക്കുന്നു. ഇതിനകത്തുള്ളവരും ഇതേ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അനുഭവിച്ചറിയാതെ ആരെങ്കിലും ഇതിനകത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു വിശ്വാസത്തോടെ ഒരു ഉറപ്പോടെ പറഞ്ഞട്ടെ, കർത്താവേ, ഈ ദൈവ സാന്നിധ്യം എനിക്കും അനുഭവിച്ചറിയണം. ഹല്ലേലൂയ. ഈ ദൈവ സാന്നിധ്യം എനിക്കും അനുഭവിച്ചറിയണം. ഹല്ലേലൂയ. ഞാൻ വളരെ പ്രാർത്ഥനയോടെ ഈ മീറ്റിങ്ങിലായിരിക്കുന്നു, വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ നിയോഗ പ്രകാരമാണ് ഈ മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യുവാനിടയായത്. പ്രിയപ്പെട്ടവരോട് കണക്ട് ചെയ്തത് ഈ മിനിസ്ട്രിയെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അനേക സ്ഥലങ്ങളിൽ അനേക വ്യക്തികൾക്ക് വിടുതലിന് കാരണമായി തീരുവാൻ ഈ മിനിസ്ട്രിയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് ഇതിനകത്ത് ഇന്ന് ഈ സമയത്ത് ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഈ മീറ്റിങ്ങിനകത്ത് വർഷിപ്പ് ലീഡ് ചെയ്ത മിനിസിസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തന്റെ കുടുംബത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ഭംഗിയായി വർഷിപ്പ് ആത്മനിയോഗത്തോടെ വർഷിപ്പ് ലീഡ് ചെയ്യുകയും പ്രിയപ്പെട്ടവരുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മീറ്റിങ്ങിൽ പ്രാർത്ഥിച്ച പ്രിയപ്പെട്ടവരെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 19ാമത്തെ അധ്യായത്തിന്റെ 19ാമത്തെ വാക്യം, ഫസ്റ്റ് കിങ് വേഴ്സ് 19, ചാപ്റ്റർ 19 വേഴ്സ് 19. അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ടു സാഫാത്തിന്റെ മകനായ ഏലീശയെ കണ്ടെത്തി. അവൻ 12 ഏർക്കാളെ പൂട്ടി ഒഴിവിച്ചു കൊണ്ടിരുന്നു. 12ാമത്തേതിനോട് കൂടെ താൻ തന്നെ ആയിരുന്നു. ഏലിയാവ് അവന്റെ അരികിൽ ചെന്ന് തന്റെ പുതപ്പ് അവന്റെ മേൽ ഇട്ടു. ഇന്ന് എൻ്റെ പ്രസംഗ സബ്ജക്റ്റ്, എൻ്റെ വിഷയം ഇങ്ങനെയാണ്: ഏലിയാവിന്റെ പുതപ്പ്.
ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മേൽ ഹല്ലേലൂയ അങ്ങ് ഞങ്ങളെ കണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മേലുള്ള വിളിക്കായി സ്തോത്രം ചെയ്യുന്നു. ആത്മസാന്നിധ്യം ഞങ്ങൾ നിറഞ്ഞവരായി അങ്ങ് മഹത്വപ്പെടുത്തി സ്തുതിക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് സ്തുതിക്കുന്നു. കർത്താവെ, ഈ വചനം ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ വചനത്തിൽ കൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. വചനം ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമേ. വചനം ഞങ്ങളുടെ ജീവിതത്തിന് വിടുതലിന് കാരണമാക്കി തീർക്കുമാറാകണമേ. കർത്താവെ, ഹല്ലേലൂയ പല പ്രാർത്ഥന വിഷയങ്ങളായിട്ട് ഹല്ലേലൂയ വിവിധ വിഷയങ്ങളും വിവിധ കാര്യങ്ങളുമായിട്ട് ഇതിനകത്ത് കയറിയവരുണ്ട്. കർത്താവെ, അടിയങ്ങൾക്കൊന്നും അറിയത്തില്ലെങ്കിലും അറിയുന്ന നല്ലൊരു പിതാവ് ഞങ്ങളുടെ നടുവിലുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വചനം അവരുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, ഹല്ലേലൂയ ഈ വചന ശുശ്രൂഷ ഞങ്ങൾ ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കുമാറാകണമേ. കർത്താവെ, ഇത് ഹല്ലേലൂയ രോഗസൗഖ്യത്തിന് വേണ്ടി കാരണമാക്കി തീർക്കണമേ. ചിലരുടെ ഹല്ലേലൂയ മിനിസ്ട്രിയുടെ ഡോർ ഓപ്പൺ ചെയ്യുന്ന ഹല്ലേലൂയ സമയമാക്കി തീർക്കണമേ. ഹല്ലേലൂയ അത്ഭുതങ്ങൾ നടക്കുന്ന സമയമാക്കി തീർക്കണമേ. വിടുതലുകൾ നടക്കുന്ന സമയമാക്കി തീർക്കണം. ഞങ്ങൾ പ്രാർത്ഥനയോടെ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവ് വലിയൊരു നിയോഗത്തോടെ ഞങ്ങളായിരിക്കാൻ സഹായിക്കണമേ. ഞങ്ങളുടെ വിളി മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥനയുടേതിനായ സ്തോത്രം, എല്ലാം മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. വലിയൊരു സബ്ജക്റ്റാണ് ഏലിയാവിന്റെ പുതപ്പിനെ കുറിച്ച്. എന്നാൽ കിട്ടുന്ന സമയത്തിന് പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നുകൂടെ ആ വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യമാണ് നമ്മളെ ഈ സമയം വായിച്ചത്. അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെടുക, സാഫാത്തിന്റെ മകനായ ഏലീശയെ കണ്ടെത്തി. 2 ഹല്ലേലൂയ കണ്ടെത്തുക. 3 അവൻ 12 ഏർക്കാളെ പൂട്ടി ഒഴിവിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ മടി പിടിച്ച് മാറി നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. ഹല്ലേലൂയ താൻ കിട്ടുന്ന സമയം ജോലി ചെയ്യുന്ന ഒരു വ്യക്തി. 12-ാമത്തതിനോട് കൂടെ താൻ തന്നെയായിരുന്നു. ഏലിയാവ് അവന്റെ അരികെ ചെന്നു. ഹല്ലേലൂയ ദൈവിക ശബ്ദം കേൾക്കുന്നവൻ അടുത്തേക്ക് ചെല്ലുന്നു. ഹല്ലേലൂയ അടുത്തത് തന്റെ പുതപ്പ് അവന്റെ മേൽ ഇട്ടു. ഹല്ലേലൂയ അടുത്തൊരു ഇതാണ് ഹല്ലേലൂയ ദൈവം പറഞ്ഞത് താൻ അനുസരിക്കുന്ന ഒരു വ്യക്തിയെ കാണുവാൻ സാധിക്കും. അയ്യോ, ഞാനൊരു വലിയൊരു പ്രവാചകനാണല്ലോ, ഞാനൊരു വലിയൊരു വ്യക്തിയാണല്ലോ, ഞാനല്ല ചെയ്യേണ്ടത്, അത് അടുത്തൊരാളാ ചെയ്യേണ്ടത്, എന്നെ കണ്ട് അടുത്ത ലെവലിൽ നിൽക്കുന്ന എൻ്റെ ശിഷ്യനാണ് ചെയ്യേണ്ടത് എന്നൊക്കെ എക്സ്ക്യൂസുകൾ പറയാമായിരുന്നെങ്കിലും ഇവിടെ നമ്മൾ വചനത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഇവിടെ ഏലിയാവ് തന്നെ ഏലീശയുടെ അടുത്തേക്ക് ചെല്ലുന്നു, തന്റെ ഇരിക്കുന്ന പുതപ്പ് അവന്റെ മേലിടുന്നു. ഹല്ലേലൂയ നമ്മൾ വചനത്തിന്റെ ആ അടുത്തിലേക്ക് കയറുവാൻ പോകുന്നു. ഒന്ന് നമ്മൾ കാണുന്നത് ഇതാണ്, ഹല്ലേലൂയ പുതപ്പ്. ഹല്ലേലൂയ ഇവിടെ കാണുന്ന പുതപ്പ് അഭിഷേകത്തിന് അടയാളമാകുന്ന ഒരു പുതപ്പിനെ കാണുവാൻ സാധിക്കും. തിരുവചനം നമ്മൾ ഉടനീളം വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ കാണുന്നത് ഹല്ലേലൂയ ചില രാജാക്കന്മാരെ, പ്രവാചകന്മാരെ, പുരോഹിതന്മാരെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ ചില ശുശ്രൂഷകന്മാരെ കർത്താവിന് വേണ്ടി പ്രതിഷ്ഠിക്കുന്നത് 2 കരങ്ങളും നീട്ടി അവരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ഇവിടെ ഏലിയാവിന്റെ ഒരു കാലഘട്ടം കഴിഞ്ഞ് ഏലീശയുടെ ഒരു കാലഘട്ടം ആരംഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ ഇവിടെ ഏലീശയെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി ഹല്ലേലൂയ ഇവിടെ സ്വർഗം ഹല്ലേലൂയ തിരഞ്ഞെടുത്തത് ഒരു പുതപ്പാണ്. ഹല്ലേലൂയ അഭിഷേകത്തിന് കൈമാറുവാൻ, ഹല്ലേലൂയ ഒരു അഭിഷേകത്തെ കൈമാറുവാൻ, അഭിഷേകത്തിന് ഹല്ലേലൂയ കൊടുക്കുന്നത് ഇവിടെ കാണുന്നത് ഹല്ലേലൂയ ഒരു പുതപ്പ് കൈമാറുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ
ഒരു കാലഘട്ടത്തില് നമ്മൾ രാജാക്കന്മാരെയൊക്കെ നോക്കുമ്പോൾ ഒരു വലിയൊരു ഷോൾ, അവരുടെ വലിയൊരു പുതപ്പ് അണിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണും. അവരുടെ ഒരു പ്രൗഢി, അവരുടെ അന്തസ്സിനെ കാണിക്കാൻ വേണ്ടി വലിയൊരു പുതപ്പ് അവർ ഇട്ടേക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലെങ്കിൽ യോനാഥാൻ ദാവീദിനെ കണ്ടപ്പോൾ തന്റെ ഇരുന്ന ഒരു മേലങ്കി ദാവീദിന് സമ്മാനമായി കൊടുക്കുന്നത് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. ശ്രീലങ്കയിൽ നമ്മൾ പോകുമ്പോൾ അവരുടെ സമ്പന്നന്മാർ അവരുടെ കഴുത്തിന്റെ ചുറ്റും നേരിയാൻ എന്ന് പറയുന്ന ഒരു നീളമുള്ള ഒരു പുതപ്പ് ഇടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കാം. എന്താണ്? ഒരു പ്രൗഢിയെ കാണിക്കുന്ന, ഒരു അന്തസ്സിനെ കാണിക്കുന്ന ഒരു പുതപ്പാണ്. എന്നാൽ ഏലിയാവിന്റെ മേലിരിക്കുന്ന പുതപ്പ് എന്താണ്? അതൊരു അഭിഷേകത്തിനെ വിളിച്ചു കാണിക്കുന്നു. ഏലിയാവിന്റെ മേലുള്ള പുതപ്പിന് എന്ത് കാണിക്കുന്നു? ഒരു വിളിയെ കാണിക്കുന്നു. ഏലിയാവിന്റെ കയ്യിലിരിക്കുന്ന പുതപ്പ് എന്തിനെ കാണിക്കുന്നു? പ്രവചനത്തെ വിളിച്ചു കാണിക്കുന്നു. ഒരു തിരഞ്ഞെടുക്കുവാൻ വേണ്ടി ഏലിയാവിനടുത്ത് പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന പുതപ്പ് എലീശയുടെ മേലൊന്ന് ഇട്ട് കൊടുക്ക. ഒരു വലിയൊരു ദൂതാണ് അതിനകത്ത് നിന്ന് ചെറിയൊരു അടർത്തിയ ഒരു ദൂത് പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. എലീശേ, നിന്നെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇതിനകത്ത് ശ്രമിക്കുന്ന ഓരോ വ്യക്തികളോട് പറയട്ടെ, ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. കർത്താവ് കർത്താവിന് വേണ്ടി, അതിമഹത്തായ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നിന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ ദൈവം നമ്മളെയും എന്നെയും നിങ്ങളെ വിളിച്ചെടുത്തു. വീണ്ടും പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവമേ എന്നെ തിരഞ്ഞെടുക്കണമേ, ദൈവമേ എന്നെ ഉപയോഗിക്കണമേ. തിരഞ്ഞെടുപ്പ് മനസ്സിലാക്കിക്കൊള്ളുക. തിരഞ്ഞെടുക്കപ്പെട്ടവർ തിരഞ്ഞെടുപ്പ് മനസ്സിലാക്കിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ചെയ്യുമെങ്കിൽ കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അതിമഹത്തായ ശുശ്രൂഷ നിന്നെ കൊണ്ട് ചെയ്യുവാൻ കഴിയും. സാധു സുന്ദർ സിംഗിനെ കുറിച്ച് നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ഒരിക്കൽ സാധു സുന്ദർ സിംഗ് തിരുവനന്തപുരത്തേക്ക് ഒരു മിനിസ്ട്രിക്ക് വേണ്ടി വരുവാനിടയായി. താൻ ആ മീറ്റിംഗിലേക്ക് വന്നപ്പോൾ അവിടെ ഒരു മകൻ, ഒരു പൈതൽ വരുവാനിടയായി. മകനെ കാണുമ്പോൾ തന്നെ അറിയാം വളരെ ഭയത്തോടെ വളരെ വാഞ്ചയോടെ കർത്താവേ എന്നെ ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞ വന്ന ഒരു മകനെ അവിടെ മീറ്റിംഗിൽ കാണുവാനിടയായി. സാധു സുന്ദർ സിംഗ് മകനെ നോക്കുവാനിടയായി. പെട്ടെന്ന് വലിയൊരു വെളിച്ചം ആ മകന്റെ മേൽ വരുവാനിടയായി. പിന്നീട് മകൻ കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നു, കർത്താവ് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നൊരു വലിയൊരു ബോധ്യം ആ മകന്റെ ജീവിതത്തിൽ ഉണ്ടായി. എന്താണ് സംഭവിച്ചെന്ന് പറയാമോ? കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ ദൈവം ശക്തമായി ഉപയോഗിച്ച ഒരു ദൈവദാസനാണ് ജി സുന്ദരം. അപ്പോസ്തലിക ക്രൈസ്തവ അസംബ്ലിയുടെ സ്ഥാപകനായിരിക്കുന്ന ദൈവം ശക്തമായി ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ച ഇന്ന് നിത്യത്തിൽ വിശ്രമിക്കുന്ന ഒരു അഭിഷക്തദാസനാണ്. അന്ന് ആ വെളിച്ചം തന്നെ മേൽ വീണപ്പോൾ, അന്ന് ദൈവത്തിന്റെ ഒരു തിരഞ്ഞെടുപ്പ് തന്നെ മേൽ വീണപ്പോൾ, അന്ന് ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി താൻ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നൊരു ബോധ്യം തന്നെ മേൽ വീണപ്പോൾ ഒന്ന് പറയട്ടെ, ആ വിളി മനസ്സിലാക്കിക്കൊണ്ട് താൻ സ്റ്റെപ്പുകൾ വെക്കുവാൻ ഇടയായി. ഇതിനകത്തന്നെ ശബ്ദം കേൾക്കുന്ന വ്യക്തികളോട് പറയട്ടെ, ദൈവിക ശബ്ദത്തിനനുസരിച്ച് പ്രതികരിക്കുവാൻ ഞാനും നീയും തയ്യാറാണെങ്കിൽ ദൈവത്തിന് നമ്മളെ കുറിച്ച് വളരെ വലിയൊരു പദ്ധതികളുണ്ട്. അത് മനസ്സിലാക്കിയ ദിവസങ്ങൾ മുമ്പിലോട്ട് പോകുവാൻ ഇടയാകുമാറാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ശിഷ്യന്മാർ ഒരുമിച്ച് കൂടി. അവർ ഒരുമിച്ചിരുന്ന കൂടിയ സ്ഥലത്ത് അഗ്നിയായി പരിശുദ്ധാത്മാവിടെ വരുവാനിടയായി. പരിശുദ്ധാത്മാവ് കാറ്റ് വീശിയതായിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. മഴത്തുള്ളിയായി ജീവൻ നദിയായി പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ട്. ഞാനൊന്ന് പറയട്ടെ, ഇവിടെ കാണുന്നത് ഒരു ഏലിയാവ് എലീശയുടെ മേൽ ഒരു പുതപ്പെടുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. ഈ മീറ്റിംഗ് നിങ്ങൾ ലീവ് ചെയ്യുന്നതിന് മുമ്പായി
ശക്തമായിട്ട് ഒന്ന് പറയണ കർത്താവേ, ആ നിയോഗം എന്റെ മേലുള്ളതിനായി സ്തോത്രം, ആ വിളി എന്റെ മേലുള്ളതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ. ഓ ജാനഭാര, ഓ ജീസസ്. കർത്താവേ, ആ വിളിക്കനുസരിച്ച് ഉയരുവാൻ ഞാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്താണ് എന്റെ ജീവിതത്തിന് ഹല്ലേലൂയ തടസ്സമായി നിൽക്കുന്നത് കർത്താവേ? ഓ ഓ എന്നെ ഒന്ന് ഒരുക്കണമേ, എന്നെ ഒന്ന് പണിയണമേ എന്ന് എത്ര പേർക്ക് പറയുവാൻ സാധിക്കും? ഹല്ലേലൂയ. ഈ മീറ്റിംഗ് നമ്മൾ തീരുന്നതിന് മുമ്പായി, ഈ മെസ്സേജ് എന്നെ തീരുന്ന മുമ്പായി, കർത്താവേ ഹല്ലേലൂയ, അങ്ങയുടെ വലിയ വിളിക്കായി സ്തോത്രം, അങ്ങ് എന്നെ തിരഞ്ഞെടുത്തതായി സ്തോത്രം എന്ന് നമുക്ക് പറയാം. ഹല്ലേലൂയ. അടുത്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ഹല്ലേലൂയ, ഈ പുതപ്പ് തന്റെ മുകളിലേക്ക് വീണപ്പോൾ എലീശ സമയം ഹല്ലേലൂയ അവിടെ പാഴാക്കി കളഞ്ഞില്ല. താൻ ആലോചിച്ചു നിന്നില്ല. താൻ ഇങ്ങനെ ഏലിയാവിനോട് പറഞ്ഞു, ഹല്ലേലൂയ, ആ വാക്യങ്ങൾ ഇങ്ങനെയാണ് കാണുന്നത്, ഞാൻ എൻ്റെ അപ്പനെയും അമ്മയും ഒന്ന് ചുംബിച്ചു കൊള്ളട്ടെ, ഹല്ലേലൂയ, അതിനുശേഷം ഞാൻ ഓടി വരാം. ഹല്ലേലൂയ. ഏലിയാവ് പറഞ്ഞു, പോയിക്കൊള്ളുക. തന്റെ കുടുംബത്തെ ഓർക്കുന്ന, ഹല്ലേലൂയ, തന്റെ കുടുംബത്തിന് വേണ്ടി ഹല്ലേലൂയ നോക്കുന്ന ഹല്ലേലൂയ ഒരു അഭിഷേകത്തിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. ഒന്നും കാണാതെ ചുമ്മാ ഇറങ്ങി തിരിഞ്ഞല്ല, പുറകിലോട്ട് നോക്കി, ഹല്ലേലൂയ, ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു എന്നുള്ളൊരു സന്തോഷ വാർത്ത തന്റെ കുടുംബത്തിനോട് പറയുവാനിടയായി. ഹല്ലേലൂയ. ഒരു കാര്യം ഒന്ന് പറയട്ടെ, ദൈവത്തിന്റെ വിളി എന്റെ മേലും നിങ്ങളുടെ മേലുണ്ടെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ സമയം പാഴാക്കി കളയരുത്, നമ്മുടെ സമയം പാഴാക്കി കളയരുത്. ഹല്ലേലൂയ, മുമ്പിലോട്ട് ഓടുവാൻ, ഹല്ലേലൂയ, ഉത്സാഹിക്കുവാൻ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ ഏലീശയെ കാണുന്നത് തന്റെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ബലത്തോടെ ഹല്ലേലൂയ അടുത്ത തലങ്ങളിലേക്ക് ഹല്ലേലൂയ ഏലീശ ഇറങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരിക്കൽ ഹല്ലേലൂയ ചരിത്രത്തിൽ വായിച്ചത് എങ്ങനെയാണ്? നെപ്പോളിയൻ ഹല്ലേലൂയ ഒരു രാജ്യത്തെ പിടിച്ചെടുക്കുവാൻ വേണ്ടി തന്റെ സൈന്യവുമായി ഹല്ലേലൂയ ആ രാജ്യത്തിലേക്ക് പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. അവിടെ നമ്മൾ കാണുമ്പോൾ ഹല്ലേലൂയ ആ യുദ്ധകളത്തിനകത്തേക്ക് പോകുമ്പോൾ ഹല്ലേലൂയ തന്റെ പടയാളികൾ, ഹല്ലേലൂയ തന്റെ സൈന്യം ഹല്ലേലൂയ വളരെ പേടിയോടെ, വളരെ ഹല്ലേലൂയ വിഷം വെച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. നെപ്പോളിയൻ എന്ന് വിചാരിച്ചു ഇനി എന്തായി തീരും? ഹല്ലേലൂയ, താൻ ഒരു നദി മറികടന്നിട്ട് വേണം ഹല്ലേലൂയ ആ രാജ്യത്തിലേക്ക് എത്തുവാൻ. ഹല്ലേലൂയ, ഒരു ടെമ്പററി ആയിട്ട് നമ്മുടെ മിലിറ്ററി ഹല്ലേലൂയ ചെയ്യുന്നത് പോലെ ഒരു ഹല്ലേലൂയ ഒരു പാലം ഉണ്ടാക്കി ഹല്ലേലൂയ തന്റെ സൈന്യം ഹല്ലേലൂയ അതിനെ മറികടന്ന് ഹല്ലേലൂയ മറുവശത്തിലേക്ക് എത്തുവാൻ ഇടയായി. ഹല്ലേലൂയ, താൻ എന്ത് ചെയ്തെന്നറിയാമോ? ഹല്ലേലൂയ മറുവശത്തിലേക്ക് എത്തിയപ്പോൾ ഹല്ലേലൂയ പാലം പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു. ഹല്ലേലൂയ, താൻ അതിനെ ഇല്ലായ്മ ചെയ്തു. ഹല്ലേലൂയ പിന്നെ ഹല്ലേലൂയ തന്നെ കൂടെ നിന്ന സൈന്യം തിരിഞ്ഞു പോകുവാൻ കഴിയത്തില്ല. ഇനി ഒറ്റ കാര്യമേ ചെയ്യുവാൻ കഴിയത്തുള്ളൂ, മുമ്പിലേക്ക് തന്നെ പോകുക. ഹല്ലേലൂയ, തന്റെ സൈന്യം ഹല്ലേലൂയ പിന്നൊന്നും ചിന്തിച്ചില്ല, പിന്നെ ആലോചിച്ചില്ല. തന്റെ ദൗത്യം ഇതാണ്, ഹല്ലേലൂയ യുദ്ധകളത്തിലേക്ക് നിൽക്കണം, യുദ്ധം ചെയ്യണം. അല്ലെ, ഒന്ന് പറയട്ടെ, ചരിത്രം ഇങ്ങനെ എഴുതി വെക്കുന്നു, തിരിഞ്ഞോടാതെ യുദ്ധത്തിന് വേണ്ടി അവര് സജ്ജരായി തീർന്നു, യുദ്ധത്തിന് വേണ്ടി അവരെ അണിഞ്ഞു തിരിക്കുവാൻ ഇടയായി. ഹല്ലേലൂയ. ഒരു കാര്യം പറയട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നെപ്പോളിയനും ഹല്ലേലൂയ തന്റെ സൈന്യവും വളരെ ശക്തമായി യുദ്ധത്തിന് വേണ്ടി നിന്നു. ഹല്ലേലൂയ, യുദ്ധം അവർക്ക് അനുകൂലമായി തീർന്നു. ഹല്ലേലൂയ, ശത്രുവിനെ ഹല്ലേലൂയ ഹല്ലേലൂയ അവരുടെ മുമ്പിൽ ജയമെടുത്തുകൊണ്ട് ഹല്ലേലൂയ വിജയം കൈവരിക്കുവാൻ ഇടയായി. ഹല്ലേലൂയ, ഒന്ന് പറയട്ടെ, ഹല്ലേലൂയ, ദൈവ വിളിയുള്ളവൻ പുറകിലോട്ട് മാറി നിൽക്കരുത്. പാട്ടിന്റെ ഈരടികൾ ഇങ്ങനെ പാടുന്നു, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്, നോ ടേണിംഗ് ബാക്ക്, നോ ടേണിംഗ് ബാക്ക്. ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പുറകിലോട്ട് മാറി നിൽക്കുവാനല്ല എന്നെ വിളിച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവേ, ഹല്ലേലൂയ, എന്നെ വിളിച്ചിരിക്കുന്നല്ലോ, ഹല്ലേലൂയ മുമ്പോട്ട് പോകാം. ഒരു എലീശയെ ഹല്ലേലൂയ വിളി വന്നപ്പോൾ മുമ്പിലോട്ട് പോയതുപോലെ ഹല്ലേലൂയ ഹല്ലേലൂയ
മുമ്പോട്ട് പോകുവാൻ നമ്മളെ ദൈവം സഹായിക്കുമാറായിട്ട്. ഭക്തിമായി എന്ന് പറയുന്ന ഒരു കുരുടൻ തന്റെ ഹല്ലേലൂയ യേശുവിന്റെ അടുത്തേക്ക് ഹല്ലേലൂയ വിളിച്ചപ്പോൾ യേശുവിന്റെ അടുത്തേക്ക് താൻ ഹല്ലേലൂയ എന്ത് ചെയ്തെന്നറിയാമോ? തന്റെ ഇരിക്കുന്ന പുതപ്പ് ഹല്ലേലൂയ അതെടുത്തു മാറ്റിക്കൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ കുരുടൻ ഹല്ലേലൂയ ഇനി ആയിരിക്കാൻ പറ്റത്തില്ല, എനിക്കൊരു വിടുതൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ തന്റെ കയ്യിലിരിക്കുന്ന പുതപ്പെടുത്ത് മാറ്റിക്കൊണ്ട് ഹല്ലേലൂയ കുരുടനായ വ്യക്തി യേശുവിന്റെ അടുത്തേക്ക് ചെല്ലുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ തന്റെ ജീവിതത്തിന്റെ അവസ്ഥയ്ക്ക് ഹല്ലേലൂയ മാറ്റം വന്നത് ഹല്ലേലൂയ തന്നെ ഹല്ലേലൂയ കളയപ്പെടേണ്ട ചില പുതപ്പുകളുണ്ട്. ഹല്ലേലൂയ അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കുവാൻ വേണ്ടി പോകേണ്ടത് നമ്മൾ കളയേണ്ട ചില പുതപ്പുകൾ ഏതൊക്കെയാണ്? ഹല്ലേലൂയ ചില പുതപ്പുകളെ നമുക്ക് മനസ്സിലാക്കുവാനും ചിന്തിക്കുവാൻ വേണ്ടി പോകുന്നു. ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കുവാനോ നമ്മൾ ചിന്തിക്കുവാൻ വേണ്ടി പോകുന്ന ഇങ്ങനെയാണ് ബാബിലോണിയ മേലങ്കി. ഹല്ലേലൂയ നമ്മൾ കളയേണ്ട ഒരു മേലങ്കി ഇങ്ങനെയാണ് ബാബിലോണിയ മേലങ്കി. ഹല്ലേലൂയ യോശുവയുടെ പുസ്തകം 7-ാമത്തെ അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യവും 21-ാമത്തെ വാക്യവും നമ്മൾ ചിന്തിക്കുമ്പോൾ കാണുന്ന ഇങ്ങനെയാണ്. അവിടെ 2 വ്യക്തികളെ കാണുവാൻ സാധിക്കും. ഒന്ന് ആഖാർ, 2 യോശുവയെ കാണും സാധിക്കും. ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ ഹല്ലേലൂയ വിശേഷമായ ഹല്ലേലൂയ ബാബിലോണിയ മേലങ്കിയും 200 ഷെക്കൽ വെള്ളിയും 50 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകെട്ടിയും കണ്ട് മോഹിച്ചു എടുത്തു. അവ എന്റെ കൂടാരത്തിന്റെ നടുവിൽ നിലത്ത് കുഴിച്ചിട്ടിരിക്കുന്നു, വെള്ളി അടിയിലാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ ഹല്ലേലൂയ നമുക്ക് ഇതിന്റെ പശ്ചാത്തലം അറിയാം, ഇതിന്റെ ഹല്ലേലൂയ സന്ദർഭവും കാര്യങ്ങളും എല്ലാം അറിയാം. ഹല്ലേലൂയ ബാബിലോണിയ ഹല്ലേലൂയ മേലങ്കി എന്നെ കാണിക്കുന്നു. ഹല്ലേലൂയ ശാപത്തിന്റെ മേലങ്കി, ദൈവത്തെ വെറുക്കുന്ന ഒരു മേലങ്കി, നമ്മ ഹല്ലേലൂയ വലിച്ചെറിയപ്പെടേണ്ട, വലിച്ചു കീറിക്കളയേണ്ട ഒരു മേലങ്കി കാണിക്കുന്നു. ഹല്ലേലൂയ ദിവ്യഗ്രഹത്തിന്റെ മേലങ്കി. ഹല്ലേലൂയ നമ്മൾ ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ അനേക കാര്യങ്ങൾ ഇതിനകത്ത് നിന്ന് പഠിക്കുവാൻ സാധിക്കും. യെരിഹോ പട്ടണത്തെ പിടിച്ചടക്കി ദൈവം ഹല്ലേലൂയ ഹല്ലേലൂയ പറഞ്ഞതുപോലെ ജോശുവ ഹല്ലേലൂയ അവിടെ ചെയ്യുവാൻ ഹല്ലേലൂയ അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കാണുവാൻ സാധിക്കും. ഇതിനകത്ത് ഹല്ലേലൂയ ആഖാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ചെയ്യുന്ന ഒരു ഭാവം കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ ഒരു വിജയം കഴിഞ്ഞു അടുത്തൊരു വിജയത്തിലേക്ക് പോകുമ്പോൾ ഹല്ലേലൂയ അവിടെ വലിയൊരു പരാജയം കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ ജോശുവ നെടുപാട് ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ വന്ന് ഹല്ലേലൂയ നെടുപാട് വിട്ട് കരയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവേ, എന്താണ് എന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ പരാജയം കൊണ്ടുവന്നിരിക്കുന്നത്? ഞാൻ ഒരു തെറ്റ് ചെയ്തല്ലോ, എന്താണ് സംഭവിക്കുന്നത്? ഹല്ലേലൂയ ഇതിനകത്ത് എന്താണ് എന്റെ ജീവിതത്തിൽ അപമാനം കൊണ്ടുവന്നിരിക്കുന്നത്? എന്താണ് എന്റെ ജീവിതത്തിൽ വലിയ പരാജയം കൊണ്ടുവന്നിരിക്കുന്നത്? എന്താണ് ഇതിനുള്ള കാര്യം? എന്താണ് എന്ന് പറയുന്ന ഒരു ഹല്ലേലൂയ വേദനപ്പെട്ടിരിക്കുന്ന ജോശുവയോട് ഹല്ലേലൂയ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ജോശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ നിന്റെ ഹല്ലേലൂയ മുമ്പിൽ ഒരു ഹല്ലേലൂയ ബാബിലോണിയ മേലങ്കിയുണ്ട്. അതിന്റെ രഹസ്യം ഹല്ലേലൂയ വിളിച്ചു പറയുന്നത് അത് അവന്റെ മുമ്പിൽ, ആ രഹസ്യത്തെ ഹല്ലേലൂയ തന്റെ മുമ്പിൽ ഹല്ലേലൂയ മുമ്പിൽ കാണിക്കുവാൻ ഇടയായി. അതിനനുസരിച്ച് ഹല്ലേലൂയ ജോശുവ ഹല്ലേലൂയ ആഖാറിനെ കാണുവാൻ ഇടയായി. ഹല്ലേലൂയ തന്റെ ഭാവ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ എന്താണ് സംഭവിച്ചത്? ഒരു വിജയം കിട്ടേണ്ട ഹല്ലേലൂയ ഒരു വിജയം കിട്ടേണ്ട സന്ദർഭത്തിൽ ഒരു പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഏതാണ് ബാബിലോണിയ മേലങ്കി? അതിനെ എടുത്തു കളയുമെങ്കിൽ, അതിനെ ചിന്തി കളയുമെങ്കിൽ, അതിനെ കീറി കളയുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ വിടുതൽ കാരണമായി തീരും. ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ മറിഞ്ഞിരിക്കുന്ന ഹല്ലേലൂയ മേലങ്കി എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ വെളിച്ചത്തിലേക്ക് വരാതെ വേണം ഹല്ലേലൂയ മറച്ചിരിക്കുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് അതിനെ എടുത്തു മാറ്റി കളയുവാൻ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു. ഹല്ലേലൂയ ഒന്ന് പറയട്ടെ, നമ്മളെ നല്ലവണ്ണം അറിയുന്ന ഒരു കർത്താവുണ്ട്. സഖായേ ഹല്ലേലൂയ മരത്തിനകത്ത് മുകളിലേക്ക് കയറിയപ്പോൾ ഒരു വ്യക്തിയും വിചാരിച്ചില്ല തന്നെ ആരും ഇത് കാണുമെന്ന്. ഹല്ലേലൂയ എന്നാൽ ആ ഹല്ലേലൂയ ഹല്ലേലൂയ അത്തിയുടെ ചുവട്ടത്തിൽ എത്തിയപ്പോൾ ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ സക്കായിയെ നോക്കുവാൻ ഇടയായി. ഹല്ലേലൂയ ഒന്ന് പറയട്ടെ, ഹല്ലേലൂയ സ്വർഗം നിന്നെ കാണുന്ന ഒരു ദിവസമാണ്. ഹല്ലേലൂയ കർത്താവേ, എന്നെ ഉപയോഗിക്കണമേ, എന്നെ ഒന്ന് പ്രയോജനപ്പെടുത്തണമേ എന്നാഗ്രഹമുള്ളവർ എന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ എന്റെ മേലുള്ള ഹല്ലേലൂയ ബാബിലോണിയ ഹല്ലേലൂയ ഹല്ലേലൂയ മേലങ്കി ഞാൻ എടുത്ത് കളയുന്നു.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദിവസം ഒരു സഹോദരി തന്റെ വാഹനം പോയിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അന്ന് ഹല്ലേലൂയ കാർ ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ശക്തമായി ആ സഹോദരിയോട് ഇടപെടുവാനിടയായി. ഹല്ലേലൂയ. തന്റെ ഒരു രഹസ്യം എന്ന പരിശുദ്ധാത്മാവ് ഇടപെടുവാനിടയായി. ഹല്ലേലൂയ. വീണ്ടും ഹല്ലേലൂയ സഹോദരിയോട് പറഞ്ഞു, ഹല്ലേലൂയ കർത്താവിന് ഹല്ലേലൂയ നിന്നെ അഭിഷേകം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് അഭിഷേകം വേണോ അല്ലെങ്കിൽ നിന്റെ രഹസ്യ ബന്ധം വേണോ? ഹല്ലേലൂയ. ശക്തമായി ആ സഹോദരിയോട് ഇടപെടുവാനിടയായി. താൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്റെ യാത്രയിൽ ഹല്ലേലൂയ ഒരു സൈൻ ബോർഡ് കാണുവാനിടയായി. ഹല്ലേലൂയ. ഡീറ്റോർ എടുക്കുവാൻ ഹല്ലേലൂയ സൈൻ ബോർഡ് കാണിക്കുന്നു. റോഡ് പണി മുമ്പിലുണ്ട്. ഹല്ലേലൂയ മുമ്പോട്ട് പോകുവാൻ കഴിയത്തില്ല. ഒരു ഡീറ്റോർ എടുത്ത് ഹല്ലേലൂയ അടുത്ത വഴിയിൽ കൂടെ പോകുവാൻ വേണ്ടി ഹല്ലേലൂയ സൈൻ ബോർഡ്. ഹല്ലേലൂയ. ആ സൈൻ ബോർഡൂടെ കണ്ടപ്പോൾ ആ സഹോദരി പറഞ്ഞു, എനിക്ക് അഭിഷേകത്തെ വേണം. ആ സഹോദരി തന്റെ പാപജീവിതം മാറ്റി ഹല്ലേലൂയ ക്രിസ്തുവിന് വേണ്ടി ഹല്ലേലൂയ സമ്പൂർണമായി സമർപ്പിക്കുവാനിടയായപ്പോൾ ഹല്ലേലൂയ കർത്താവ് ആ വ്യക്തിയെ ശക്തമായി ഉപയോഗിക്കുവാനിടയായി. ഒന്ന് പറയട്ടെ, ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെയാണ്: നിങ്ങൾക്ക് ഹല്ലേലൂയ ബാബിലോണിയ മേലങ്കി വേണോ? ഹല്ലേലൂയ നിങ്ങൾക്ക് ഹല്ലേലൂയ അഭിഷേകത്തെ വേണോ? ആ ചോദ്യം ഹല്ലേലൂയ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് പറയട്ടെ, അഭിഷേകത്തെ എടുത്തവർ ഹല്ലേലൂയ ഹാഗർ ഹല്ലേലൂയ നിന്റെ നടുവിൽ ഹല്ലേലൂയ ഇസ്മായേലിന്റെ നടുവിലേക്ക് ദൈവം ഹല്ലേലൂയ ഒരു നീരറവ് തുറന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം നീരറവ് നൽകുവാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു ചോദ്യചിഹ്നമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ നിങ്ങളുടെ ചോയ്സാണ്, ഞാൻ എടുക്കേണ്ടത് എന്താണ്? ഹല്ലേലൂയ. പെട്ടെന്ന് അടുത്ത ഹല്ലേലൂയ ചിന്തയിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു. അടുത്തത് ഹല്ലേലൂയ ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 15-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യം 28-ാമത്തെ വാക്യം സുപരിചിതമായ വേദവാക്യം. പിന്നെ ശമൂവേൽ പോകുവാൻ തിരിഞ്ഞപ്പോൾ അവൻ അവിടെ നിലയങ്കയുടെ വിളമ്പ് ഹല്ലേലൂയ വലിച്ചു കീറി. അത് കീറിപ്പോയി. ശമൂവേൽ അവനോട്, യഹോവ ഇന്ന് ഇസ്രായേലിന്റെ രാജ്യത്വം നിങ്കിൽ നിന്ന് കീറി നിന്നേക്കാൾ ഉത്തമനായ നിന്റെ കൂട്ടുകാരന് കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ശൗലിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ ശമൂവേലിനെ കാണുവാൻ സാധിക്കും. ഒന്നാമതായി നമ്മൾ ചിന്തിച്ചത് ഹല്ലേലൂയ കളയേണ്ടത് ബാബിലോണിയ മേലങ്കി. രണ്ടാമതായി നമ്മൾ കളയേണ്ട മേലങ്കി ഹല്ലേലൂയ കീറിക്കളഞ്ഞ മേലങ്കി. ഹല്ലേലൂയ. ഇതിനെ എന്തിനെ കാണിക്കുന്നു? ഹല്ലേലൂയ ദൈവത്തിന്റെ വാക്കനുസരിക്കാതെ ഹല്ലേലൂയ ശൗലിന്റെ രാജസ്ഥാനം ഹല്ലേലൂയ കീറിപ്പോയി. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞാട്ടെ, ഹല്ലേലൂയ ദൈവം കൊടുത്തിരിക്കുന്ന അഭിഷേകം ഹല്ലേലൂയ നമ്മളത് കീപ്പ് ചെയ്തില്ലെങ്കിൽ, ദൈവത്തെ നമ്മൾ അനുസരിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ ഹല്ലേലൂയ 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 ശൗലിന് എന്താണ് സംഭവിച്ചത്? തന്റെ രാജസ്ഥാനം നീങ്ങിപ്പോയി. ഹല്ലേലൂയ അമാലേക്യരോട് യുദ്ധം ചെയ്ത് ഹല്ലേലൂയ അവരെ നശിപ്പിക്കേണ്ട ശൗൽ കർത്താവിന്റെ വാക്കനുസരിക്കാതെ അവിടെ നിന്നുള്ള സമ്പത്തെല്ലാം എടുത്തുകൊണ്ട് ഹല്ലേലൂയ വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ അമാലേക്ക് രാജാവായ ആഗാഗനെ ഹല്ലേലൂയ രക്ഷപ്പെടുത്തുന്നതായിട്ട് കാണുവാൻ സാധിക്കും. കർത്താവ് പറയുന്നത് അനുസരിക്കാതെ ഹല്ലേലൂയ ഹല്ലേലൂയ മാറി നിൽക്കുന്ന ഒരു ശൗല് എന്താണ് നമ്മളോട് സംസാരിക്കുന്നത്? ഹല്ലേലൂയ കർത്താവിനെ അനുസരിക്കുവാൻ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ രാജസ്ഥാനത്ത് നിന്ന് നീ നീങ്ങി പോകത്തില്ല. നമ്മുടെ മേലെ പകർന്നിരിക്കുന്ന അഭിഷേകം നഷ്ടമായി പോകത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ശമൂവേൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ന് യഹോവ ഇന്ന് ഇസ്രായേലിന്റെ രാജ്യത്വം നിങ്ങൾ നിന്ന് കീറി നിന്നേക്കാൾ ഉത്തമനായ ഒരു കൂട്ടുകാരന് കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? എന്നിൽ അത് കീപ്പ് ചെയ്യണോ? ഹല്ലേലൂയ അല്ല, മറ്റുള്ളവരിലേക്ക് അത് മാറിപ്പോകണോ? ഹല്ലേലൂയ കർത്താവേ ഹല്ലേലൂയ അഭിഷേകം എന്നിൽ ഒന്ന് കീപ്പ് ചെയ്യുവാൻ എന്നെ ഒന്ന് സഹായിക്കണമേ കർത്താവേ. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഹല്ലേലൂയ കർത്താവേ അത് കീപ്പ് ചെയ്യുവാൻ എന്നെ ഒന്ന് സഹായിക്കണമേ.
ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. ഹല്ലേലൂയ. മറിയ പറഞ്ഞത് ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു വാക്യമുണ്ട്. അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അനുസരിക്കുവാൻ തയ്യാറാണെങ്കിൽ, ഓ മഹത്തതായ ഹല്ലേലൂയ അടുത്തത് ഒന്ന് സംഭവിക്കുവാൻ വേണ്ടി പോകുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് ഹല്ലേലൂയ പറയുവാൻ സാധിക്കും, കർത്താവേ ഹല്ലേലൂയ ഞാൻ അനുസരിക്കുവാൻ തയ്യാറാണ്. ഹല്ലേലൂയ. ആ കീറിപ്പോയ മേലങ്കി എന്തിനെ കാണിക്കുന്നു? അനുസരണക്കേട് കാണിക്കുന്നു. ദൈവത്തിന്റെ ന്യായവിധിയെ കാണിക്കുന്നു. ദൈവത്തിന്റെ കോപാഗ്നിയെ കാണിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് അവസ്ഥ വേണോ? വേണ്ട. ശൗലിന്റെ അവസ്ഥ വേണോ? എനിക്ക് വേണ്ട പപ്പ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എനിക്ക് അങ്ങനെ അനുസരിച്ച് നടക്കുവാൻ എന്നെ ഒന്ന് സഹായിക്കണമേ. അടുത്തതാണ് ഇങ്ങനെയാണ് മുറിക്കപ്പെട്ട ഒരു മേലങ്കിയെ കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. മൂന്നാമതായി ഹല്ലേലൂയ ഒരു ദൂതൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. 1 ശമൂവേലിന്റെ പുസ്തകം ഹല്ലേലൂയ 24-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം 5-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. ദാവീദ് എഴുന്നേറ്റു ശൗലിന്റെ മേലങ്കിയുടെ അറ്റം പതുക്കെ മുറിച്ചെടുത്തു. ശൗലിന്റെ ഹല്ലേലൂയ വസ്ത്രാഗ്രഹം മുറിച്ചെടുത്ത് കളഞ്ഞത് കൊണ്ട് പിന്നത്തേതിൽ ദാവീദ് മനസാക്ഷി കുത്തിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. താൻ ചെയ്യണ്ടാത്തതാണ്, പക്ഷെ ഒരു അടയാളത്തിന് വേണ്ടി അത് ചെയ്തു. ഹല്ലേലൂയ. തനിക്ക് കിട്ടിയൊരു അവസരം ഒരു മറ്റുള്ളൊരു വ്യക്തിയെ മുറിപ്പെടുത്തുവാൻ, ഹല്ലേലൂയ ശൗലിനെ കൊല്ലുവാൻ തന്റെ മുമ്പിനകത്ത് ഹല്ലേലൂയ വലിയൊരു സന്ദർഭം കിട്ടിയതാണ്. പക്ഷെ പെട്ടെന്ന് തന്റെ ജീവിതത്തിനകത്ത് പറഞ്ഞു, ഹല്ലേലൂയ ഇത് കർത്താവ് നിയോഗിച്ച ഒരു അഭിഷിക്തനാണ്, ഇത് ഞാൻ ചെയ്യേണ്ട വ്യക്തിയല്ല. ഹല്ലേലൂയ. അതാണ് ഒരു 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 വിളിക്കപ്പെട്ട ഒരു വ്യക്തി, ഹല്ലേലൂയ അഭിഷേകമായിട്ട് ഒരു വ്യക്തി, ഹല്ലേലൂയ അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയെ മുറിപ്പെടുത്തുവാനല്ല, ഹല്ലേലൂയ അടുത്തിരിക്കുന്നവനെ നശിപ്പിക്കുവാൻ വേണ്ടിയല്ല. ഹല്ലേലൂയ. എന്നെയും നിങ്ങളെയും ദൈവം കണ്ടിരിക്കുന്നത് ഹല്ലേലൂയ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട ശുശ്രൂഷ ചെയ്ത ഹല്ലേലൂയ ഹല്ലേലൂയ വിളിയുള്ള ഹല്ലേലൂയ വ്യക്തിയോട് പറയട്ടെ, ഹല്ലേലൂയ നിങ്ങളുടെ കരം അതിനുവേണ്ടി ഉയരരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ കിട്ടിയൊരവസരമാണ്. എന്നാൽ ഹല്ലേലൂയ താൻ അത് മാറി നിന്നു. ഹല്ലേലൂയ. താൻ പറഞ്ഞു എനിക്കത് ചെയ്യണ്ട. അവിടെ നിന്ന് പതുക്കെ എഴുന്നേറ്റ് പോയി. കൂടെ നിന്നവർ പറഞ്ഞു, ദാവീദേ നിനക്ക് കിട്ടിയ അവസരമില്ലയോ? ഹല്ലേലൂയ. ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ, തിരുവചനത്തിൽ നോക്കുമ്പോൾ, ദാവീദിനെ ഹല്ലേലൂയ ഒരു ശത്രുവായി കണ്ട് തന്നെ എവിടെ പോയാലും തന്നെ ഉടനീളം ഹല്ലേലൂയ നടന്നുകൊണ്ട് തന്നെ ഉപദ്രവിക്കുന്ന ഒരു ശൗല് തന്റെ മുമ്പിൽ ഹല്ലേലൂയ വീണ് കെട്ടിയ ഒരവസരം. ഹല്ലേലൂയ. കൂടെ നിന്ന എല്ലാവരും പറഞ്ഞു, ദാവീദേ നീ ചെയ്യുന്ന വലിയൊരു അബദ്ധമാണ്, നീ ചെയ്യുന്ന വലിയൊരു മണ്ടത്തരമാണ്, നിനക്ക് ചെയ്യേണ്ട ഒരു അവസരത്തിൽ നീ വെറുതെ പാഴാക്കി കളഞ്ഞു. ഇതുപോലെ പല സന്ദർഭങ്ങളും പലരെ കുത്തി നോവിക്കണ്ട. ഹല്ലേലൂയ. നമ്മൾ അടുത്തൊരു തലത്തിലേക്ക് കയറുവാൻ, ഹല്ലേലൂയ ഒരാളെ ചവിട്ടിക്കൊണ്ട് നമ്മൾ കയറുവാൻ വേണ്ടി നമ്മൾ നോക്കുമ്പോൾ സ്വർഗ്ഗം നിങ്ങളെ നോക്കിയിട്ട് പറയുന്നു, ഹല്ലേലൂയ ഹല്ലേലൂയ നീ അങ്ങനെ ചെയ്യരുത്. ഹല്ലേലൂയ. ഞാൻ അനേകം ഹല്ലേലൂയ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതിനകത്തൊന്നും കാണാത്ത ഒരു ശ്രേഷ്ഠമായ ഒരു കാര്യമുണ്ടല്ലോ, നമ്മുടെ തിരുവചനം പഠിപ്പിക്കുന്നത് പോലൊരു ശ്രേഷ്ഠകരമായ ഹല്ലേലൂയ വേറൊന്നും ഒരു പുസ്തകത്തിനകത്ത് ഞാൻ കണ്ടിട്ടില്ല. തിരുവചനം നമ്മളെ വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ 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 ദാവീദ് ചെയ്തതുപോലെ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി നിൽക്കുക. ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. ഇതിനകത്ത് നിന്ന് പ്രാർത്ഥിച്ച രാജീവ് ദേവദാസനോടുള്ള ഒരു ദൂത് കൈമാറുന്നു. ഹല്ലേലൂയ. ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഹല്ലേലൂയ ഒരുങ്ങിക്കൊള്ളുക. ദൈവത്തിന് ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവദാസനെ കൊണ്ട് അടുത്തൊരു തലത്തിൽ ഉപയോഗിക്കുവാൻ ആഗ്രഹമുണ്ട്. ഓ താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ദേവദാസനോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഹല്ലേലൂയ താൻ ആയിരിക്കുന്ന മേഖലയ്ക്കകത്ത് ഹല്ലേലൂയ ഇങ്ങനെ പോയാൽ മതി. ചിലത് മുമ്പിൽ കണ്ടിട്ട് ഹല്ലേലൂയ ഇത്രയേ ഉള്ളൂ എന്റെ വളർച്ച, എന്റെ മിനിസ്ട്രിയുടെ വളർച്ച ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ ലിമിറ്റ് ഇടരുത്. ഹല്ലേലൂയ അടുത്തൊരു തലത്തിലേക്ക് കയറുവാൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു. എന്റെ ഈ ശബ്ദം കേൾക്കുന്നവരോട് പറയട്ടെ, ഹല്ലേലൂയ ഒരു സീസണിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? കർത്താവേ എന്നെ അതിലേക്കൊന്ന് നടത്തേണമേ എന്ന് പറഞ്ഞാട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഓ ധൂരാമാന ഖരവാസിയാഥലെ. ഒന്നാമത്തത് ഹല്ലേലൂയ നമ്മളെ കീറിക്കളയേണ്ട ചില ഹല്ലേലൂയ മേലങ്കികളെ എടുത്ത് കീറിക്കളയാം.
ഹല്ലേലൂയ റൈബനെ കരമശിയാതലി രതുലബാനഗനജലാതല ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്നെ ശക്തമായി ഉപയോഗിക്കണമേ, പ്രയോജനപ്പെടുത്തണമേ എന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു. കർത്താവേ, അങ്ങ് കാണുന്നല്ലോ. ഹല്ലേലൂയ, അങ്ങയുടെ മക്കളോട് അങ്ങ് കരുണ കാണിക്കുന്നതിനായി സ്വത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, വലിയൊരു വിളിക്കായി ഇവരെ തിരഞ്ഞെടുത്തതിനായി സ്വത്രം ചെയ്യുന്നു. ഇന്ന് ഹല്ലേലൂയ വർഷിപ്പിൽ ലീഡ് ചെയ്ത മിനിസ്റ്ററിനോട് പരിശുദ്ധാത്മാവ് ഒരു ദൂത് കൈമാറുന്നു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒതുങ്ങിക്കൂടരുത്. അനേക സ്ഥലങ്ങളില് ദൈവത്തിന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ പദ്ധതിക്കായി, ദൈവത്തിന്റെ ഒരു വിളിക്കായി ഹല്ലേലൂയ പോകുവാൻ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഓ ജാനമ ലഗാദല രമനേ ധുരബലബ ശകനം തേരിയാതല ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അടുത്തൊരു ദൂത് കൈമാറുന്നു. പിതാക്കന്മാർ ചെയ്തതുപോലെ ഹല്ലേലൂയ ഒരു മിനിസ്ട്രിയുടെ കോളിംഗ് ഉണ്ട്, മറന്നു പോകരുത്. ഓ ജാലബ ലഗാദല ശബനിയാതുലി രഗന ജാല രമനേ ശതലജാന ഹല്ലേലൂയ. അനേകരിടത്തുകള് ഹല്ലേലൂയ 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 പാട്ടുകളായി ഹല്ലേലൂയ വചനവുമായി ദൈവത്തിന്റെ ആത്മാവ് ഐക്യുവാൻ വേണ്ടി പോകുന്നു. ഹല്ലേലൂയ റൈമേ നഗന ചുരബല ഭൗഷകരം തേരിയാതല. ദിവസങ്ങളിൽ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളുവാൻ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു. ഹല്ലേലൂയ ഒരു വ്യക്തിയോട് പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ഓർമ്മിപ്പിക്കുന്നു. സിസ്റ്ററെ, ഹല്ലേലൂയ ഒരു വിഷയമായിട്ട് ഹല്ലേലൂയ പ്രയാസത്തോടെ ആയിരിക്കുന്നു. അടുത്ത് എന്താണ് എന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ നടക്കുവാൻ വേണ്ടി പോകുന്നത് എന്നറിയാതെ വിഷമത്തോടെ ആയിരിക്കുന്ന ഒരു സഹോദരിയോട് പരിശുദ്ധാത്മാവ് പറയുന്നു. ഹല്ലേലൂയ അതിനകത്ത് ദൈവത്തിന്റെ കരം ചലിക്കുവാൻ വേണ്ടി പോകുന്നു. ഹല്ലേലൂയ നിനക്ക് വേണ്ടി ഒരു അത്ഭുതത്തെ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ഹല്ലേലൂയ ഒരു സഹോദരനോട് പരിശുദ്ധാത്മാവ് പറയുന്നു, കയ്യിലിരിക്കുന്ന ഒരു റിപ്പോർട്ട് ഹല്ലേലൂയ ഒരു മെഡിക്കൽ റിപ്പോർട്ട് നോക്കി ഹല്ലേലൂയ ഇനി എന്തായി തീരുമെന്ന് പറഞ്ഞ ഹല്ലേലൂയ നിമിഷത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അതിനെ മാറ്റിമറിക്കുവാൻ ദൈവത്തിന്റെ കരത്തിന് കഴിയും. ദിവസങ്ങൾ പ്രാർത്ഥിക്കുവാൻ നീ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം ഹല്ലേലൂയ റിപ്പോർട്ടിന്റെ മേൽ ചലിക്കുവാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു. ഓ റമന ധാരാരിയാഥലി രഗന ശബ്ദാരിയാഥലി ഹല്ലേലൂയ നോർത്ത് ഇന്ത്യയിലായിരിക്കുന്ന ഒരു ദൈവദാസൻ ഹല്ലേലൂയ ശബ്ദം കേൾക്കുന്നു. ഹല്ലേലൂയ ദൈവദാസനോട് പറയുന്നു, ഹല്ലേലൂയ എന്റെ മിനിസ്ട്രിയുടെ തലത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ സാമ്പത്തികമായി ഞാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. കിട്ടിക്കൊണ്ടിരുന്ന ഒരു സാമ്പത്തികം ഹല്ലേലൂയ സ്റ്റോപ്പായി നിൽക്കുന്നു. അടുത്തത് എന്തായി തീരുമെന്ന് ഹല്ലേലൂയ നിൽക്കുന്ന നിമിഷത്തിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, അതിനകത്ത് ഞാൻ അടുത്തൊരു വഴി തുറക്കുവാൻ വേണ്ടി പ്രാർത്ഥന പോകുന്നു. ദിവസങ്ങൾ പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു. കർത്താവേ, മിനിസ്ട്രിയെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. 98ാമത്തെ സൂമിന്റെ മീറ്റിംഗ് ആണല്ലോ. ദൈവമേ, എത്രത്തോളം അങ്ങ് പരിപാലിച്ചു. വീണ്ടും ഈ മിനിസ്ട്രിയെ അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേവദാസന്മാരെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇതിനകത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെ ബ്ലസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടേതായ സ്തോത്രം എല്ലാ മഹത്വം അംഗീകരിപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ടവരുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവിക വചനം നമ്മുടെ ജീവിതത്തില് അത് രൂപാന്തരത്തിനും വിടുതലിനും കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥയോടെ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.